നമ്മൾ ഈ സെയ്ഫ് അലി ഖാനെ ആയി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കുത്തുനാടകം പറയുന്നത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട, അതിനേക്കാളും പ്രധാനപ്പെട്ടതാണ് അദ്ദേഹം കൈവശം വെച്ച് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന 113.6 ഏക്കർ ഭൂമി സർക്കാർ അങ്ങ് ഏറ്റെടുത്തു. അതിന് 1796 കോടി രൂപ വിലയുണ്ട്. അത്രയും പ്രോപ്പർട്ടി ഭോപ്പാൽ നിസാമായിരുന്ന നവാബായിരുന്ന ഹമീദുള്ള ഖാൻ്റെ പ്രോപ്പർട്ടിയാണ്. അയാൾ പാകിസ്ഥാനിലേക്ക് ഓടിപ്പോയി. അയാളുടെ മകൾ അബൈദ സുൽത്താനയ്ക്ക് കിട്ടി. അബൈദ സുൽത്താനയും പാകിസ്ഥാനിലേക്ക് പോയ പ്രോപ്പർട്ടി അവരുടെ പിന്തുടർച്ചക്കാർ വഴി സെയ്ഫിൻ്റെ കയ്യിൽ വന്നതാണ്. അത് പക്ഷെ നിയമാനുസൃതമാക്കി ഇവർക്ക് ഈ സ്വത്ത് അത്രയും കിട്ടാൻ വേണ്ടി കോൺഗ്രസ് സർക്കാർ സഹായിച്ചിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. ഏത് കോൺഗ്രസ് സർക്കാരായിരിക്കും? ആരായിരുന്നു അന്ന് പ്രധാനമന്ത്രി? ജവഹർലാൽ നെഹ്റുവിന് വ്യക്തിപരമായി തന്നെ ഈ കുടുംബത്തിലെ ചില ആളുകളെ, പ്രത്യേകിച്ച് ഇഫ്തിഖർ അലി ഖാനെ അറിയാമായിരുന്നത് കൊണ്ട്, ഹമീദുള്ള ഖാന് ശേഷം ഇഫ്തിഖർ അലി ഖാനെ അറിയാമായിരുന്നത് കൊണ്ട് വ്യക്തിപരമായി ചില ഒത്താശകൾ ചെയ്തു കൊടുത്തതാണ് എന്ന് എനിമി പ്രോപ്പർട്ടിയുടെ വിദഗ്ധൻ ജഗദീഷ് ചാവാനി കഴിഞ്ഞ ദിവസം ആജ് തക്കിലെ ചർച്ചയിൽ വെളിപ്പെടുത്തിയിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസും അദ്ദേഹം പറഞ്ഞു. 1947 നവാബ് ഹമീദുള്ള ഖാനാണ് നാട്ടുരാജ്യം എന്നുള്ള നിലയ്ക്ക് ഭോപ്പാലിൻ്റെ നവാബ്. അദ്ദേഹത്തിന് 3 പെൺമക്കൾ ഉണ്ട്. സാജിദ സുൽത്താൻ രണ്ടാമത്തെ മകളാണ്. ഭോപ്പാലിലെ പിന്തുടർച്ചാവകാശ നിയമം അന്നത്തെ അനുസരിച്ചിട്ട് മൂത്ത മകൾക്ക് പിന്തുടർച്ചാവകാശം അനുസരിച്ചിട്ട് ഈ ഇൻഹെറിറ്റ് ചെയ്യുള്ളൂ. അതാണ് 1961 ഈ സാജിദ സുൽത്താന് പിന്തുടർച്ചാവകാശം ഉണ്ടെന്ന് കാണിച്ച് കേന്ദ്ര സർക്കാർ ഗസറ്റ് വിജ്ഞാപനം ചെയ്തു. അത് നെഹ്റുവിൻ്റെ ഒത്താശയാണ്. നിയമം ലംഘിച്ചതാണ്. ഒന്നുകൂടി ഞാൻ വ്യക്തമായിട്ട് പറയാം. 3 പെൺമക്കളാണ് നാട്ടുരാജാവായ നവാബായ ഹമീദുള്ള ഖാൻ. അതെ. അപ്പൊ ഇതില് സാജിദ സുൽത്താൻ രണ്ടാമത്തെ മകളാണ്. ഭോപ്പാലിലെ ഇൻഹെറിറ്റൻസ് ലോ അനുസരിച്ചിട്ട് ആദ്യത്തെ മകൾക്കാണ് ഇൻഹെറിറ്റൻസ് വരുന്നത്, പിന്തുടർച്ചാവകാശം. പക്ഷെ ആദ്യത്തെ മകള് പാകിസ്ഥാനിലേക്ക് പോയി 1950. അപ്പൊ തന്നെ ഇത് എനിമി പ്രോപ്പർട്ടി ആയി. അതാണ് പ്രശ്നം. അപ്പൊ സർക്കാർ എന്ത് ചെയ്തു? 61 അപ്പോൾ ഇത് സാജിദ സുൽത്താന ഇപ്പം മധ്യപ്രദേശ് ഹൈക്കോടതി പറഞ്ഞത് 61 തന്നെ എന്നെ പിന്തുടർച്ചാവകാശിയായിട്ട് പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ സാർ പറഞ്ഞ കള്ളത്തിലാണ്. നെഹ്റു ഇറക്കിയതാണ്. നിയമവിരുദ്ധമായി ഇവരെ അവകാശിയായിട്ട് പ്രഖ്യാപിച്ചു. അതാണ് ഇപ്പോൾ കോടതി തള്ളിക്കളഞ്ഞത്. അതാണ് തള്ളിയത്. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം പറഞ്ഞു. അപ്പോൾ മൂത്ത മകള് ആബിദ സുൽത്താൻ, അവരാണ് ഇൻഹെറിറ്റ് ചെയ്യേണ്ടത്. ആബിദ സുൽത്താനാണ് 1950 പാകിസ്ഥാനിലേക്ക് പോയത്. അവര് പോയി. സാജിദ സുൽത്താനെ രണ്ടാമത്തെ ആളാണ്. അവർ ഇൻഹെറിറ്റ് ചെയ്യുന്ന പ്രശ്നമില്ല, അങ്ങനെ ഒരു ലോ ഇല്ല. അപ്പോൾ ഇത് എനിമി പ്രോപ്പർട്ടിയാണ്. സ്വാഭാവികമായിട്ട് ഇൻഹെറിറ്റ് ചെയ്തയാള് ഒന്നാമത്തെ ആള് അവർ പാകിസ്ഥാനിലേക്ക് പോയി. ഉടമസ്ഥൻ പോയി, അവകാശിയും പോയി. അത് കഴിഞ്ഞുള്ള ആളെ അവകാശി അല്ലാത്തതുകൊണ്ട് നെഹ്റു സഹായിച്ച അവകാശിയായിട്ട് പ്രഖ്യാപിക്കുകയാണ് അയാൾക്ക്. അതിൻ്റെ കാരണമാണ് പാകിസ്ഥാനിൽ അവർ പോയി കഴിഞ്ഞപ്പോൾ ഈ സെയ്ഫ് അലി ഖാൻ്റെ മുത്തച്ഛൻ ഇഫ്തിഖർ അലി ഖാൻ, അതായത് മൻസൂർ അലിഖാൻ പട്ടോഡിയുടെ ബാപ്പ, മൻസൂർ അലിഖാൻ പട്ടോദി ക്രിക്കറ്ററുടെ മകനാണ് സെയ്ഫ് അലി ഖാൻ. ടൈഗർ പട്ടോഡിയുടെ ബാപ്പ ഇഫ്തിഖർ അലി ഖാൻ നെഹ്റുവിൻ്റെ വലിയ സുഹൃത്തായിരുന്നു. അങ്ങനെ ഇഫ്തിഖർ അലി ഖാന് വഴി ചെയ്തു കൊടുത്ത സഹായമാണ് ഇത്. എനിക്ക് തോന്നുന്നത് അതിനകത്ത് കുറച്ചുകൂടെ വിശാലമായ ഒരു നെഹ്റുവിൻ്റെ അഴിമതി ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഇന്ത്യ വിഭജനം നടന്നു, പാകിസ്ഥാനും ഇന്ത്യയും ഉണ്ടായി. പാകിസ്ഥാനിലെ മുസ്ലിമുകളുടെ ഭയന്ന് പീഡനത്തിൽ സഹികെട്ട് ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ട് അവിടുന്ന് ഹിന്ദുക്കൾ മുഴുവൻ ഇങ്ങോട്ട് ഓടി വന്ന ഹിന്ദുക്കളുടെ അവിടെ ഉപേക്ഷിച്ച വീടുകളും പ്രോപ്പർട്ടിയൊക്കെ ജിന്ന അപ്പോൾ തന്നെ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് പോയ മുസ്ലിമുകൾക്ക് കൊടുത്തു. എന്നാൽ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് പോയ മുസ്ലിമുകളുടെ പ്രോപ്പർട്ടിയും വീടുമൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അത് പാകിസ്ഥാനിൽ നിന്ന് ഓടി വന്ന ഹിന്ദുക്കൾക്ക് നെഹ്റു കൊടുത്തില്ല. ഇല്ല. അപ്പം നെഹ്റു എന്താണെന്നറിയാമോ ചെയ്തത്? പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയായിരുന്ന ലിയാഖത്ത് അലി ഖാനെ ഡൽഹിയിൽ വിളിച്ചു വരുത്തിയിട്ട്, അതാണ് ഡൽഹി ഉടമ്പടി എന്ന് പറയുന്നത്, അയാളുമായിട്ടൊരു ഉടമ്പടി ഉണ്ടാക്കി. അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ അയാൾ സംരക്ഷിച്ചോളണം
ഇവിടുത്തെ ന്യൂനപക്ഷത്തെ ഞാൻ സംരക്ഷിച്ചോളാം, ഇന്ത്യ സംരക്ഷിക്കും, ഇതാണ് ഉടമ്പടി. അവിടെ അയാൾ സംരക്ഷിച്ചില്ല, ലിയാഖത്ത് അലി ഖാൻ. അവിടുന്ന് ഇങ്ങോട്ട് 10 ലക്ഷം പേരുടെ പലായനം ഉണ്ടായി. ഈ 3 രാജിക്കത്തുകൾ, അംബേദ്കറുടെ രാജിക്കത്ത്, ശ്യാമപ്രസാദ് മുഖർജിയുടെ രാജിക്കത്ത്, ജോൺ മത്തായി മലയാളി ധനമന്ത്രിയായിരുന്ന ആൾ നെഹ്റു മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുമ്പോൾ ഈ 3 രാജിക്കത്തും ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. ഈ രാജിക്കത്തുകളിലൊക്കെ ഇത് പറയുന്നുണ്ട്. കരാറ് പാകിസ്ഥാൻ ലംഘിച്ചതുകൊണ്ട് ഇന്ത്യക്ക് പാലിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ഇന്ത്യ സംരക്ഷിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അപ്പൊ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, ജിന്ന ഹൗസില്ലേ മുംബൈയിലെ, ജിന്ന ഹൗസും എനിമിയും പ്രോപ്പർട്ടി ആയിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജിന്ന പ്രോപ്പർട്ടി, ജിന്ന ഹൗസ് നമുക്ക് പലതുമായിട്ട് ഉപയോഗിക്കാമല്ലോ. അതെ, തീർച്ചയായും. ഇത് വെറുതെ കിടക്കല്ലേ അവിടെ, ഒന്നും ചെയ്തിട്ടില്ല. അതൊക്കെയാണ് ഇനി പല കാര്യങ്ങളും ചെയ്യാൻ കിടക്കുന്നു. ജിന്ന ഹൗസ് ഉൾപ്പെടെയുള്ള എനിമി പ്രോപ്പർട്ടികൾ, അതിനും അവകാശമൊക്കെ ഈ ബോംബെ ഡേയിങ്ങിന്റെ നുസ്ലിവാഡിയൊക്കെ ഉന്നയിക്കുന്നുണ്ടായിരുന്നല്ലോ. അത് ഇനിയുള്ള സാഹചര്യങ്ങളിൽ ആരും ഇതൊന്നും അനുവദിച്ചു കൊടുക്കാൻ പോകുന്നില്ല. ഇതാണ് വാസ്തവം. അങ്ങനെ ഇഫ്തിഖർ അലി ഖാൻ പട്ടോദി നെഹ്റുവിന്റെ വലിയ സുഹൃത്തായിരുന്നു. അങ്ങനെയാണ് ആ ഗസറ്റ് വിജ്ഞാപനം വരുന്നത് 1961. സാറ് പറയുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, എന്തൊരു വലിയ ചതിയാണല്ലേ, ഭീകരമല്ലേ. നമ്മൾ എനിമി പ്രോപ്പർട്ടി ആയിട്ട് ഇവിടെ എടുത്തതൊന്നും നമ്മുടേതായിട്ട് ഉപയോഗിക്കുന്നില്ലെന്ന് ഇതുവരെ. പാകിസ്ഥാനാണെങ്കിൽ അത് മുഴുവൻ എനിമി പ്രോപ്പർട്ടി, അവിടുത്തെ എനിമി പ്രോപ്പർട്ടി പിടിച്ചെടുത്ത് അവിടുത്തെ മുസ്ലിങ്ങൾക്ക്. അതിന്റെ ഉദാഹരണമായിട്ടാണ് ഞാൻ ജിന്ന ഹൗസിന്റെ കാര്യം പറയുന്നത്. നമുക്ക് എന്തൊക്കെയായിട്ട് എന്തൊരു മുസ്ലിം പ്രീണനമാണ് ഈ നെഹ്റു എന്ന് പറഞ്ഞ മനുഷ്യൻ നടത്തിയത്. ഇത്രമാത്രം ഹിന്ദു വിരുദ്ധത നെഹ്റുവിനുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഓഫീസ് ഓഫ് ദി കസ്റ്റോഡിയൻ ഓഫ് എനിമി പ്രോപ്പർട്ടി എന്ന് പറയുന്ന, ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കീഴിലാണിത്, അമിത്ഷായുടെ കീഴിലാണിത്. അവരാണ് ഈ ഭോപ്പാലിലെ ഇപ്പോൾ ഈ പ്രോപ്പർട്ടി മുഴുവൻ എനിമി പ്രോപ്പർട്ടി ആയിട്ട് ഡിക്ലെയർ ചെയ്യാനായിട്ട്. നെഹ്റു ചെയ്ത ചതി, നെഹ്റു ചെയ്ത പല ചതികളും അമിത്ഷാ പഠിക്കുന്നുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞില്ലേ POK, അത് നമ്മൾ പിടിച്ചെടുത്തിട്ട് യുദ്ധം നിർത്തിയാൽ മതിയായിരുന്നു അന്ന്. പക്ഷെ ഇങ്ങേര് ഏകപക്ഷീയമായിട്ട് നെഹ്റു വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെയാണ് POK അവിടെ ആയിപ്പോകുന്നതെന്ന്. ആ POKയിൽ 24 സീറ്റും കൂടി കശ്മീരിൽ ചേർത്തുകൊണ്ട് മറ്റേ ടേബിൾ ചെയ്തപ്പോൾ അമിത്ഷാ അന്ന് പറഞ്ഞാണ് നെഹ്റു ഇങ്ങനെ ചെയ്തതാണ് എന്ന്. അപ്പം ഇത്ര ചതിയാണ് നെഹ്റുവിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നത്. കശ്മീരിനെ പറ്റി തന്നെ നമ്മൾ വേറെ മറ്റേ ഹാജി പീർ ചുരത്തിൻ്റെ കാര്യവും നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തതാണ്. എന്നിട്ട് സാജിദ, ഈ സാജിദ എന്ന് പറഞ്ഞ മകളില്ലേ മറ്റേയാളുടെ, ഈ സാജിദ പിന്നീട് ഇഫ്തിഖർ അലി ഖാൻ നെഹ്റുവിൻ്റെ സുഹൃത്തിനെ നിക്കാഹ് ചെയ്യുക. അങ്ങനെയാണ് ആ അവകാശി ഈ ഇഫ്തിഖർ അലി ഖാൻ നെഹ്റുവിൻ്റെ സുഹൃത്ത്. ഇഫ്തിഖർ അലി ഖാനെ സാജിദ നിക്കാഹ് ചെയ്യുകയാണ്. അപ്പോൾ ഇഫ്തിഖർ അലി ഖാൻ ഇതിൻ്റെയൊക്കെ ഉടമസ്ഥനായിട്ട് മാറുന്നു. കൂട്ടുകാരനെ സഹായിച്ചു കൊടുത്തതാണ്. അതാണ് ഈ ഹമീദുള്ള നവാബിൻ്റെ കുടുംബത്തിലെ അയാളുടെ ഒരു മകളെ ഈ ഇഫ്തിഖർ അലി ഖാൻ കെട്ടുന്നു, നെഹ്റുവിൻ്റെ സുഹൃത്ത്. അങ്ങനെയാണ്. അത് ചിലപ്പോൾ നെഹ്റുവിനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോകുന്നു, ആ സ്വത്തൊക്കെ കിട്ടാൻ വേണ്ടി ഒരു ഗസറ്റ് വിജ്ഞാപനം ഒന്ന് ഇറക്കിയേക്കണം. അതെ എന്ന്. അപ്പോൾ ഭോപ്പാൽ സക്സഷൻ ആക്ട് 1947 അതിൽ പറഞ്ഞിട്ടുണ്ട് മൂത്ത കുട്ടിയാണ് പിന്തുടർച്ചാവകാശി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് വിരുദ്ധമാണ് ഈ ചെയ്തു വെച്ചത്. അബൈദയാണ്. അതെ. 1960 നവാബ് മരിച്ചുപോയി. ഡിഫൻസ് ഓഫ് ഇന്ത്യ ആക്ട് കാരണം ആബിദയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. എന്നിട്ടാണ് ഡിഫൻസ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറഞ്ഞൊരു ആക്റ്റും ഉണ്ട്, അതനുസരിച്ചും കൊടുക്കാൻ പറ്റില്ല. എന്നിട്ടാണ് ഈ വിജ്ഞാപനങ്ങളൊക്കെ വരുന്നത്. 1962 ജനുവരിയിൽ വിജ്ഞാപനം വന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത് കേട്ടോ. പക്ഷെ 61 നിന്നാണ് അവർ കോടതി പറഞ്ഞത് എന്ന് പറഞ്ഞു എന്ന് സുനിൽ എന്നോട് പറഞ്ഞു. അത് ചിലപ്പോൾ ഡിസംബറിലോ മറ്റോ ആയിരിക്കും. ഇത് 1962 ജനുവരിയിൽ വന്നു ആയിരിക്കും. ഇത് കോടതി ഡോക്യുമെന്റ് പ്രകാരം ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ. അപ്പോൾ ഇതിൽ വേറൊരു തട്ടിപ്പോകുന്നു. ആ വിജ്ഞാപനത്തിൽ സാജിദയെ പിന്തുടർച്ചാവകാശിയായിട്ട്, രണ്ടാമത്തെ മോളെ പിന്തുടർച്ചാവകാശിയായിട്ട് പ്രഖ്യാപിക്കുന്ന ആ വിജ്ഞാപനത്തിൽ ഭോപ്പാൽ സക്സഷൻ ആക്ട് മെൻഷൻ ചെയ്തില്ല. ഭോപ്പാൽ സക്സഷൻ ആക്ട് മെൻഷൻ ചെയ്യണമല്ലോ, കാരണം അത് ചെയ്താൽ ഒന്നാമത്തെ കുട്ടി നോട്ടിഫിക്കേഷൻ ഇറക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് മെൻഷൻ ചെയ്തില്ല.
അതും ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അതാരും അറിഞ്ഞില്ല അതുവരെ ചോദ്യം ചെയ്യാനായിട്ട്. അതെ. ഇപ്പോഴാണ് അമിത്ഷാ വന്നിടത്ത് പരിശോധിച്ചപ്പോഴാണ് ഈ കളി മനസ്സിലായത്. കളിയൊക്കെ മനസ്സിലാകുന്നു. കോടതിക്ക് മനസ്സിലായി, കോടതി പറഞ്ഞു, കോടതി റദ്ദാക്കി. അപ്പോൾ അന്ന് ഈ രണ്ടാമത്തെ കുട്ടിയായ സാജിദയ്ക്ക് ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ ആബിദ മരിച്ചാലേ കിട്ടുമായിരുന്നുള്ളൂ. ആബിദ ജീവിച്ചിരിപ്പുള്ളപ്പോഴാണ് ഈ വിജ്ഞാപനമൊക്കെ വരുന്നത്. ആബിദ ശത്രുവായി പോയി. ആബിദ അവിടെ ഇരിപ്പുണ്ട്. ശത്രു പ്രോപ്പർട്ടി അവരുടെയാണല്ലോ. ഇവർക്ക് കൊടുക്കുന്ന വ്യാജ വിജ്ഞാപനം വന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ ടീം ഹമീദുള്ള ഖാൻ്റെ സ്വത്ത് അമിത്ഷായുടെ ടീം മൊത്തം പരിശോധിച്ച് കഴിഞ്ഞു. അല്ല, ആകെയുള്ള 131 പ്രോപ്പർട്ടികളിൽ 94 ഇപ്പോൾ ടേക്ക് ഓവർ ചെയ്യുന്നത്, ഏറ്റെടുക്കുന്നത്. അതാണ് 113.6 ഏക്കർ ഭൂമിയും 1796 കോടിയും. പക്ഷേ ഇതിനകത്ത് ചിലയിടത്തൊക്കെ ഈ 15,000 കോടി എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ പരിശോധിച്ചിട്ടും രേഖകളിലൊന്നും കാണുന്നില്ല. ഇത് വിവരാവകാശ നിയമപ്രകാരം പുറത്തു വന്ന ഡോക്യുമെൻറ്റിലാണ് 113.6 ഏക്കർ ഭൂമി 1796 കോടി എന്ന് അതിൻ്റെ ഉള്ള ഏജൻസി ഉണ്ടല്ലോ, കസ്റ്റോഡിയൻ ഓഫ് എനിമി പ്രോപ്പർട്ടി ഫോർ ഇന്ത്യ, CEPI പറഞ്ഞിരിക്കുന്ന 1796 കോടി എന്നാണ്. അത് 131-ൽ 94 വസ്തുവകകളുടെ വിലയാണ്. ഇനി ബാക്കിയുള്ള കൂടെ ചേർത്താൽ 15,000 കോടി ആകുമോ എന്നൊരു സംശയം. കാരണം 131-ൽ 94 ചേർന്നിട്ട് 1796 ഉള്ളൂ. ബാക്കിയുള്ളത് വന്നാൽ തന്നെയും 15,000 കോടിയിലേക്ക് എത്തുമോ? അല്ല, അതിലെല്ലാം സൈഫ് അലി ഖാൻ ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ടാവില്ല. അതെ അതെ അതെ. അപ്പൊ സൈഫ് അലി ഖാൻ ഇൻഹെറിറ്റ് ചെയ്യുന്നതായിരിക്കും സുനിൽ പറഞ്ഞു. അതെ, ഇന്ത്യയിലാകെ എനിമി പ്രോപ്പർട്ടി ആക്ട് 68-ലെ എനിമി പ്രോപ്പർട്ടി, കുട്ടികളൊക്കെ വേറെയൊക്കെ ഉണ്ടല്ലോ. എനിമി പ്രോപ്പർട്ടി ആക്ട് പ്രകാരം ആകെ 1,00,000 കോടിയുടെ പ്രോപ്പർട്ടീസ് ഉണ്ടെന്നാണ് കേന്ദ്രം കണ്ടെത്തിയത്. അപ്പോൾ ഇതില് ഈ സൈഫ് അലി ഏറ്റവും കൂടുതലുള്ളത് അവിടെ പറയട്ടെ, ഏറ്റവും കൂടുതലുള്ളത് ഉത്തർപ്രദേശിലാണ്. 5,688 പ്രോപ്പർട്ടീസ്. അത് മിക്കവാറും യോഗി ശരിയാക്കി എടുക്കും. അത് എടുക്കുമല്ലോ. ഇതിലിപ്പോൾ സൈഫ് അലി ഖാൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് കാണുന്നത് ഫ്ലാഗ് സ്റ്റാഫ് ഹൗസ്. സൈഫ് അലി ഖാൻ്റെ ബാല്യം ഒക്കെ അവിടെയായിരുന്നു. അപ്പോൾ പിന്നെ നൂറസ് സഭ പാലസ്, ദാറുസലാം, പിന്നെ ബംഗ്ലാ ഓഫ് ഹബീബി, അഹമ്മദാബാദ് പാലസ് ആൻഡ് കൊഹിസെ എന്ന് പറഞ്ഞ ഇത്തരം സ്വത്തുക്കൾ. ഇതെല്ലാം പലതും വലിയ 5 സ്റ്റാർ ഹോട്ടലുകളൊക്കെ ആക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ സർക്കാരിൻ്റെതായിട്ട് മാറും. 2015 മുതൽ സൈഫ് അലി ഖാൻ കേസൊക്കെ കൊടുത്ത് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. അല്ല, ഇപ്പോൾ കോടതി പറഞ്ഞു, നിലവിലുള്ള നിയമപ്രകാരം കോടതിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ പോയി അമിത്ഷായ്ക്ക് ഒരു അപേക്ഷ കൊടുക്കുക. അപ്പലേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് എന്ന് പറഞ്ഞു. ഇപ്പോൾ ജസ്റ്റിസ് വിവേക് അഗർവാൾ പറഞ്ഞു 2017 ഭേദഗതി ചെയ്തിട്ടുണ്ട് എനിമി പ്രോപ്പർട്ടി ലോ. 30 ദിവസത്തിനകം നിങ്ങൾക്ക് പരാതി അവിടെ കൊടുക്കാം. ഈ കേസിന് ചെന്നപ്പോൾ പറഞ്ഞ 30 ദിവസത്തിനകം നിങ്ങൾക്ക് അപ്പലേറ്റ് അതോറിറ്റിയിൽ പരാതി കൊടുക്കാം. അപ്പോൾ അത് ഡിസംബർ 13-നാണ് കോടതി പറഞ്ഞത്. പക്ഷേ സൈഫ് അലി ഖാന്റെ റെപ്രസെന്റേഷൻ ഇല്ലായിരുന്നു. സൈഫ് അലി ഖാന് വേണ്ടി ആരും കോടതി പോയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായിട്ടായിരിക്കും ഡിസംബർ 13 മുതൽ 30 ദിവസത്തിനകം കൊടുക്കണം. ഇയാൾ കൊടുത്തതായിട്ട് കസ്റ്റോഡിയനും ജനുവരി 13 കഴിഞ്ഞു, കൊടുക്കാനുള്ള സമയം കഴിഞ്ഞു. അതെ, ആ സമയത്താണ് ഈ കുത്തുനാടകമൊക്കെ നടന്നത്. അതുകൊണ്ടും കൂടിയാണ് ഈ നാടകമല്ലേ എന്നുള്ളത് സംശയം വരുന്നത്. അപ്പോൾ ഇതാണ് അവസ്ഥ. ഈ ഈ ഇന്റർനെറ്റ് വന്നതോടുകൂടി ഒരുപാട് ബിംബങ്ങൾ തകർന്നു പോയി അല്ലേ? അതെ, ഒരുപാട് വാസ്തവങ്ങൾ നമ്മൾ പെട്ടെന്ന് അറിയാനും ഒക്കെ സൗകര്യമുണ്ടായി. അത് നമുക്ക് സെർച്ച് ചെയ്തെങ്കിലും കണ്ടുപിടിക്കാം. ഈ അവസ്ഥയുണ്ട്. ഈ നെഹ്റുവാണ് ഇന്ത്യക്ക് ഈ സെക്കുലറിസം സമ്മാനിച്ചു, ജനാധിപത്യം നിലനിർത്തി എന്നൊക്കെ പറയുന്നത്. വേറൊരു രസമുണ്ട്, ഞാൻ പെട്ടെന്ന് ഓർക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ ഖർഗെ കുറേ പോഴത്തം പറഞ്ഞില്ലേ കുംഭമേളയെ പറ്റി. നെഹ്റു ഒരു കുംഭമേളയിൽ ഈ പഞ്ചവത്സര പദ്ധതിയെപ്പറ്റി ഈ ലഘുലേഖകൾ ലാൽ ബഹദൂർ ശാസ്ത്രി അയച്ച് വിതരണം ചെയ്തിരുന്നു. കുംഭമേളയെ കോൺഗ്രസ്സുകാരനായ നെഹ്റു അങ്ങനെ ഉപയോഗിച്ചിരുന്നു. അയാളുടെ നയമൊക്കെ വിശദമാക്കാൻ, അതും സന്യാസിമാർക്കിടയിലെ വിശദമാക്കാൻ വേണ്ടി കുംഭമേളയെ ഉപയോഗിച്ചതായിട്ട് നെഹ്റുവിൻ്റെ ചരിത്രത്തിലുള്ളതാണ്. ഏതായാലും ചരിത്രം കൂടുതൽ വായിക്കും തോറും ചില മുഖങ്ങൾ കൂടുതൽ വികൃതമായിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.